ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് ഖത്തർ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ന്യൂഡൽഹി സന്ദർശനത്തിനു പിന്നാലെയാണ് നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വിവിധ മേഖലകളിലായി ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഖത്തർ ഒരുങ്ങുകയാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഖത്തർ അമീർ ഇന്ത്യയിൽ എത്തിയത്. ഖത്തർ അമീറുമായി താൻ വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് നിക്ഷേപത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഞങ്ങളുടെ ചർച്ചകളിൽ വ്യാപാരം പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യ ഖത്തർ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുവാനും വൈവിധ്യവൽക്കരിക്കുവാനും ഞങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. 10 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഖത്തർ അമീർ ദക്ഷിണേന്ത്യൻ രാജ്യത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സന്ദർശനത്തിനുണ്ട്. പുതിയ കാലത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും വ്യാപാര ബന്ധം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് നിർണായക മേഖലകളിൽ സഹകരണം തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. അടിസ്ഥാന സൗകര്യ വികസനം, ടെക്നോളജി, മാനുഫാക്ചറിംഗ്, ഫുഡ് സെക്യൂരിറ്റി, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ഖത്തർ ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൻ തുക ഒഴുകുന്നതോടെ ഈ മേഖലകളിൽ ഇന്ത്യക്ക് മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വാർഷിക വ്യാപാരം $28 ബില്യൺ എന്ന നിലയിൽ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ സാധ്യതകൾ തേടുകയാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഖത്തറിന്റെ നിക്ഷേപ വാർത്തയിൽ വരുന്നത്. 2023 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $18.77 ബില്യൺ ആയിരുന്നു. അതിൽ പ്രധാനമായും ഇന്ത്യയിലേക്കുള്ള ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതി വാതക ഇറക്കുമതി ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ LNG ഇറക്കുമതിയുടെ 48% ഖത്തറിൽ നിന്നായിരുന്നു. അതേസമയം ഉഭയകക്ഷി ഊർജ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും അതത് കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം തീർപ്പാക്കുന്നതിനും ശ്രമിക്കുമെന്ന് ഇരു പക്ഷവും അറിയിച്ചിട്ടുണ്ട്. നിർണായക മേഖലകളിൽ ഖത്തറിന്റെ നിക്ഷേപം കൊണ്ടുവന്നത് ഇന്ത്യക്ക് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ തുടർച്ചയായി കൂടുതൽ നിക്ഷേപം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ അമേരിക്ക പക്ഷേ ഇന്ത്യയോട് കൊടും ചതി തന്നെ കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനെന്ന പേരിൽ നൽകിയിരുന്ന ഫണ്ടാണ് ട്രംപ് റദ്ദാക്കിയത്. $21 മില്യൺ ആയിരുന്നു ഈ ഇനത്തിൽ അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്നത്. അതായത് ഏകദേശം 160 കോടി രൂപ. ഈ ഫണ്ട് റദ്ദാക്കാനുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിന് ട്രംപ് അംഗീകാരം നൽകി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഉയർന്ന താരിഫുകളും കണക്കിലെടുക്കുമ്പോൾ ഇത്തരം സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യകത എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഫെബ്രുവരി 16 ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഡോജ് നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരുന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണിത് എന്നായിരുന്നു BJPയുടെ ആരോപണം. സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു.